കുഞ്ഞെ ഞാനത് ശരിക്കും കണ്ടിട്ടില്ല. ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? രതീഷ്. അനീഷ്. താല്പര്യമില്ല. ഞാൻ പണ്ട് ഹിന്ദിയൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ആൾറെഡി കഥയൊക്കെ ഉള്ള ടൈപ്പ് കാര്യമില്ല. സമയം പോകത്തേ ഉള്ളൂ. ആൾക്കാർ വല്ല പണിയെടുക്കുക. ശരിയാണ്. രേണുവിനെ കുറിച്ച് എല്ലാരും പറയുന്ന പോലെ ബാഡ് കമന്റ് ഒന്നും നമുക്കില്ല. അവരുടെ ലൈഫ്. രേണു സുധിയോട് സപ്പോർട്ടാണോ? സപ്പോർട്ടാണ്. ഇപ്പൊ ആള് വെളിയിലേക്ക് പോയത് കുറെ പേരൊക്കെ ഡ്രാമയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെറുതെയാണ്. എന്താ പറയാ, പുള്ളിക്കാരി അധികം ആക്റ്റീവ് അല്ല മൊത്തത്തില്. ഞാൻ എവിക്റ്റ് ആയത് ഞാൻ കണ്ടിട്ടില്ല, കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയുടെ ഒരു വാക്ക് വേയിലാണ്. എടപ്പള്ളി ലുലുമോളിൻ്റെ ഫ്രണ്ടിലുള്ള വാക്ക് വേയിലാണ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ബിഗ് ബോസിലെ രേണുവിൻ്റെ എവിക്ഷനെ കുറിച്ചിട്ട് എന്താണ് എല്ലാവർക്കും പറയാനുള്ളത് ഒരു റിവ്യൂ നോക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? രതീഷ്. അനീഷ്. ഓക്കെ. കഴിഞ്ഞ സീസൺ വെച്ച് ഈ ഒരു സീസണിൽ എന്താണ് ഒരു വ്യത്യാസം? കഴിഞ്ഞ സീസണിനൊക്കെ ബേളം കൂടുതലാണ് ഈ സീസൺ. അതിൽ കൂടുതൽ വ്യത്യാസമൊന്നും പറയാനൊന്നുമില്ല. രേണുവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രേണു ഡോക്ടറോ? അല്ല, രേണു സുധി. അത്രയല്ല, അതിനേക്കാളൊന്നും കൊള്ളാം ഡോക്ടർ ആയിട്ടാ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ പറയാനുള്ളൂ. ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, കുഴപ്പമില്ല. രേണുവിനോട് സപ്പോർട്ടാണോ? രേണുവിന്റെ എവിക്റ്റ് ആയല്ലോ, അപ്പൊ കുറെ പേര് പറയുന്നു ഡ്രാമയാണ്, പുള്ളിക്കാരിയുടെ ഒരു കണ്ടന്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? പുള്ളിക്കാരി അധികം ആക്റ്റീവ് അല്ല മൊത്തത്തില്. ഞാൻ എവിക്റ്റ് ആയത് ഞാൻ കണ്ടിട്ടില്ല, കുറച്ചേ കണ്ടിട്ടുള്ളൂ. എവിക്റ്റ് ആയതല്ല, ഓൾറെഡി പുള്ളിക്കാരി പോണം എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് ടൈം ലാലേട്ടൻ പറഞ്ഞിരുന്നു ഇനി പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു വിടും. അപ്പൊ വീണ്ടും പുള്ളിക്കാരി പറഞ്ഞു, അങ്ങനെ ഇപ്പൊ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കുറെ പേരൊക്കെ പറയുന്ന ഒരു ഡ്രാമയാണ്, ഒരു കണ്ടന്റ് ആയിട്ട് കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിട്ട് തോന്നുന്നില്ല. ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ ഈ ഒരു സീസണിൽ? നൂറ. ആൻഡ് ഇഷ്ടമില്ലാത്ത മീൻസ് യൂസ്ലെസ്, അടുത്ത എവിക്ഷനിൽ എവിക്റ്റ് ആവണമെന്ന് വിചാരിക്കുന്ന കണ്ടസ്റ്റന്റ്? എവിക്റ്റ് ആവണം എന്നുള്ളത് എങ്ങനെ വെച്ചാ ആര്യൻ ഇപ്പൊ എല്ലാരെയും കുറ്റം പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കലാണല്ലോ. അനുമോളെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? അനുമോള് എപ്പോഴും കരച്ചിലാണ്, പിന്നെ മറ്റുള്ളവരുടെ സിമ്പതി കൈപ്പറ്റാനൊക്കെയാണ് നോക്കണത്. പഠിക്കണത് ഇപ്പൊ കുറച്ച് പുതിയത് പേര് വന്നിട്ടുണ്ടല്ലോ, 5 പേര് വന്നിട്ടുണ്ടല്ലോ. പറയാൻ പറ്റില്ല, അവരെയും കൂടെ നോക്കിയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഈ രേണു സുധിയുടെ എവിക്ഷനെ കുറിച്ച് മീൻസ് അതൊരു ഡ്രാമയാണ് കുറെ പേര് പറയണു. അങ്ങനെ തോന്നിയില്ലായിരുന്നു, അവര് ആക്റ്റീവ് അല്ലായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? ജിസേൽ. ഏറ്റവും ലൈക് യൂസ്ലെസ് ആണ്, അങ്ങനെ ഔട്ട് ആകണം, നെക്സ്റ്റ് എവിക്ഷനിൽ ഔട്ട് ആകണമെന്ന് വിചാരിക്കുന്ന ആരാ? അത് മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ, എന്താ അനുമോളല്ല, മറ്റേ പുതിയ ഇതായിട്ട് വന്നതാണ് മസ്താനി. കാണാറുണ്ടല്ലേ? ഈ ഒരു വീക്കിലെ എവിക്ഷനെ പറ്റി എന്താ പറയാനുള്ളത്? രേണു സുധിയോട് സപ്പോർട്ടാണ്. ഇപ്പൊ ആള് വെളിയിലേക്ക് പോയത് കുറെ പേരൊക്കെ ഡ്രാമയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെറുതെയാണ്. എന്താ പറയാ, ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? അനീഷ്. ഓക്കെ, താങ്ക് യു. റെഗുലർ ആയിട്ട് കാണാറില്ല എങ്കിലും രേണുവിന്റെ ഈ ഒരു വീക്കിലെ എവിക്ഷൻ ഉണ്ടല്ലോ, അമ്മാനി, രേണു, ശൈത്യ, ഞാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കാണാറില്ല. പക്ഷെ ആ പ്രോഗ്രാം നല്ല കാണാതെ ഭയങ്കര ലാസ്റ്റ് ഒക്കെ സമയം ഉണ്ട്, കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ അത്രല്ല. താങ്ക് യു ഏട്ടാ. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് ഇപ്പൊ കാണാറില്ല, അതെന്താ? TV കംപ്ലൈന്റ്, അതുകൊണ്ടാ. രേണുവിനെ അറിയാം. രേണു ഇപ്പൊ ഔട്ട് ആയല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഡ്രാമയാണോ അതോ? ഇത് കണ്ടിട്ടില്ല, പക്ഷെ രേണുവിനെ കുറിച്ച് എല്ലാരും പറയുന്ന പോലെ ബാഡ് കമന്റ് ഒന്നും നമുക്കില്ല. അവരുടെ ലൈഫ് സപ്പോർട്ടാണ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല. പക്ഷെ മോൻ കണ്ടിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ. കണ്ടസ്റ്റന്റിനൊക്കെ ആൾക്കാരെ അറിയാം, കാണാം. ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? നമ്മളങ്ങനെ കാണാറില്ല, ഫോളോ ചെയ്യുന്നില്ല, അതുകൊണ്ട് അറിയത്തില്ല. ആണോ? കഴിഞ്ഞ സീസണൊക്കെ കാണുമോ?
മാരാറൊക്കെ കഴിഞ്ഞ സീസൺ ആയിരുന്നോ? അല്ല, കഴിഞ്ഞ മുന്നത്തെ ആ സീസൺ കണ്ടുണ്ട്. ഈ ഒരു സീസൺ കാണാത്തതിന്റെ റീസൺ എന്തെങ്കിലും ഉണ്ടോ? താല്പര്യമില്ല. ഞാൻ പണ്ട് ഹിന്ദിയൊക്കെ കാണും. നമ്മൾ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഓൾറെഡി കഥയൊക്കെ ഉള്ള ടൈപ്പ് കാര്യമില്ല. സമയം പോകത്തേ ഉള്ളൂ. ആൾക്കാർ വല്ല വല്ല പണിയെടുക്കാം. ശരിയാണ്. ബിഗ് ബോസിന്റെ ഈ വീക്കിലെ എവിക്ഷനെ പറ്റി എന്താ പറയാനുള്ളത്? ബിഗ് ബോസിന്റെ ഈ വീക്കിലെ ഞാൻ കാണാറില്ല. കാണാറില്ല. എന്താണ് കഴിഞ്ഞ സീസൺ ഒക്കെ കാണുമായിരുന്നോ? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. കാണില്ലേ? ഞാനും കാണാറില്ല അങ്ങനെ. അത് വെറുതെ എനിക്ക് തോന്നുന്നു. ഫോൺ കണ്ടിട്ട് കാണുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് കണ്ടസ്റ്റൻസിനെ ഒക്കെ അറിയാമോ? എന്തോ ഈ സീസണിലെ കണ്ടസ്റ്റൻസിനെ ഒക്കെ അറിയാമോ? അങ്ങനെ TV കാണാറില്ല. ഇല്ല. റീലും കാണാറില്ല. റീലും കാണാറില്ല. റീല് കാണാറുണ്ട്. അപ്പൊ റീലൊക്കെ കാണുമ്പോ ആരെയാണ് ഈ ഒരു സീസണിലെ ഇഷ്ടമുള്ള? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരോടും ഇല്ല. അനീഷിനെ കുറിച്ച് എന്താ അഭിപ്രായം അറിയോ? അവനറിയാം. അവനൊക്കെ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? രേണുവിന്റെ എവിക്ഷനെ കുറിച്ച് എന്താ അഭിപ്രായം? ഡ്രാമയാണോ? കുറെ ആൾക്കാരൊക്കെ അങ്ങനെ ഞാനിങ്ങനെ റീലില് കാണല്ലേ ഉള്ളൂ, അങ്ങനെ ഷോ കാണലില്ല. അതെന്താ? അഭിപ്രായമൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അനീഷ്. അനീഷ് കപ്പടിക്കോ അതോ അനുമോള് കപ്പടിക്കോ? അനീഷ്. ഓക്കെ, താങ്ക് യു. ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ടോ? രേണുവിന്റെ എവിക്ഷനെ കുറിച്ച് എന്താ തോന്നുന്നത്? മീൻസ് അത് ഡ്രാമയാണോ അതോ? എപ്പോഴങ്ങനെ കാണില്ല, ഇടയ്ക്കൊക്കെ കാണുള്ളൂ. റീൽസ് മാത്രമേ കാണാറുള്ളൂ. റീൽസ് മാത്രമേ കാണാറുള്ളൂ. എന്താ അതെന്താ അഭിപ്രായം എന്താ അവരോട് ചോദിച്ചെങ്കിൽ അങ്ങനെ കാണില്ല. അതാണ് ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഈ ഒരു സീസണില്? ചോദിച്ചത് അനുമോള് സപ്പോർട്ട് ചെയ്തു. അനുമോള്. അപ്പൊ അനുമോള് കപ്പടിക്കോ? വൈകുന്നേരം വരെ നമുക്ക് നോക്കാം കപ്പടിക്കോന്ന്. അനീഷിനെ ഇഷ്ടാണോ? അനീഷിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടോ? രേണുവിന്റെ എവിക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഡ്രാമയാണോ അതോ? ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ടോ? രേണുവിന്റെ എവിക്ഷനെ കുറിച്ച് എന്താ? അത് ഡ്രാമയാണോ അതോ? ഡ്രാമയൊന്നുമല്ല. രേണുസുതി ഔട്ടായതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? രേണുസുതിയ എന്റെ കുഞ്ഞെ ഞാനത് ശരിക്കും കണ്ടിട്ടില്ല. ഇപ്പൊ പോണോന്നല്ലേ പറഞ്ഞോണ്ട് അയ്യോ എന്റെ പൊന്നുമാനെ പോണോന്നല്ലേ പറഞ്ഞ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ബിഗ് ബോസ് വിട്ട മോഹൻലാല്? അതെ, അതൊരു ഡ്രാമയാന്ന് തോന്നുന്നുണ്ടോ രേണുസുതി? ഞാൻ പോട്ടെ ഫസ്റ്റ് ടൈം പറഞ്ഞു, അങ്ങനെ പറഞ്ഞപ്പം ഇനി പറഞ്ഞാൽ എന്തായാലും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് ടൈമും പറഞ്ഞപ്പോൾ ഇനി ലാലേട്ടൻ കണ്ടന്റ് ഓൾറെഡി പുള്ളിക്കാരിക്ക് ഇല്ലല്ലോ, അപ്പൊ അതൊരു ഡ്രാമയാന്ന് തോന്നുന്നുണ്ടോ പുള്ളിക്കാരിയുടെ? പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പൊ പിന്നെ അത് അങ്ങനെയല്ലേ, ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു വിടുവെന്ന് പറഞ്ഞു, അപ്പൊ അത് കാര്യാക്കിയില്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ല ഔട്ടാക്കിയ. അതപ്പോ അങ്ങനെയല്ലേ വരുവുള്ളൂ. താങ്ക് യു ചേച്ചി.